പ്രമുഖ യൂട്യൂബർ ധ്രുവ് രാഠിയും അദ്ദേഹത്തിന്റെ ഒരു വിമർശകനും തമ്മിൽ നടന്ന വളരെ രൂക്ഷമായ ഒരു വാദപ്രതിവാദമാണിത്. ധ്രുവ് രാഠിയുടെ ഒരു ഫോളോവർ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. തന്റെ കുടുംബത്തോടൊപ്പം, പ്രത്യേകിച്ച് ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം വളരെ സന്തോഷവാനായ സമയം ചെലവഴിക്കുന്ന ധ്രുവ് രാഠിയുടെ കുറച്ച് ചിത്രങ്ങളായിരുന്നു അത്. ആ ചിത്രങ്ങൾക്കൊപ്പം ആ ഫോളോവർ ഒരു ക്യാപ്ഷനും നൽകിയിരുന്നു: ഒരു മികച്ച കുടുംബസ്ഥനെന്ന നിലയിൽ ധ്രുവ് രാഠി ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നുവെന്ന്. ഈ പോസ്റ്റിന് താഴെ ഫാക്ട് വിത്ത് ദിനേശ് എന്നു പേരുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് തികച്ചും അപ്രതീക്ഷിതമായ ഒരു കമന്റ് വന്നു. ദിനേശിന്റെ കൃത്യമായ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: ആ യുക്തി വെച്ചു നോക്കിയാൽ എല്ലാ മയക്കുമരുന്ന് കച്ചവടക്കാരും ജീവിതത്തിൽ വിജയിച്ചവരാണ്. അവർക്കും സ്നേഹനിധിയായ ഭാര്യയും കുട്ടികളുമുണ്ട്, കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ സമയം ചെലവഴിക്കുന്നുമുണ്ട്. പക്ഷേ പരോക്ഷമായി അവൻ സമൂഹത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. പണത്തിനുവേണ്ടി ഈ ആട്ടിടയൻ ഇന്ത്യയിൽ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ധ്രുവ് രാഠി പണത്തിനുവേണ്ടി അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ നശിപ്പിക്കുകയാണെന്ന വളരെ വലിയൊരു ആരോപണമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. തനിക്കെതിരെ ഉയർന്ന ഈ മയക്കുമരുന്ന് കച്ചവടക്കാരനെന്ന ഉപമയോടും പണത്തിനു വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നതെന്ന ആരോപണത്തോടും അദ്ദേഹം വെറുതെ മൗനം പാലിച്ചില്ല. പകരം കൃത്യമായ രാഷ്ട്രീയ മാനങ്ങളുള്ള അതീവ രൂക്ഷമായ ഒരു മറുപടിയാണ് രാഠി തന്റെ എക്സ് അക്കൗണ്ടിലൂടെ തിരികെ നൽകിയത്. തന്റെ നിലപാടുകളെയും രാജ്യസ്നേഹത്തെയും ചോദ്യം ചെയ്ത വ്യക്തിക്ക് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു: എനിക്ക് പണത്തോടാണ് ആർത്തിയെങ്കിൽ എനിക്ക് BJPയിൽ ചേരാമായിരുന്നു. അവിടെ അദ്ദേഹം നിർത്തുന്നില്ല ട്ടോ. ഒരു പടി കൂടി കടന്ന് അദ്ദേഹം പറയുകയാണ്: അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ എതിർക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർ എന്റെ ഷൂ നക്കുന്നവരായി കൂടെ കൂടുമായിരുന്നുവോ എന്ന്. വിമർശകന്റെ രൂക്ഷമായ ഭാഷയ്ക്ക് അതിനേക്കാൾ മൂർച്ചയുള്ള ഭാഷയിൽ തന്നെയാണ് രാഠി ഇവിടെ തിരിച്ചടിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ വിമർശിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് തെറ്റായ പക്ഷത്തെയാണെന്നും ഒരുനാൾ നിങ്ങൾക്കത് മനസ്സിലാകുമെന്നും അന്ന് നിങ്ങൾ ഖേദിക്കുമെന്നുമാണ് രാഠി ഇവിടെ വ്യക്തമാക്കുന്നത്. സത്യം പറഞ്ഞാൽ ധ്രുവ് രാഠി സൈബർ ആക്രമണങ്ങൾക്കിരയാവുന്നതും അതിന് ഇത്തരത്തിൽ മറുപടി നൽകുന്നതും ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല. തന്റെ യൂട്യൂബ് വീഡിയോകളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും ഭരണകക്ഷിയുടെ രാഷ്ട്രീയത്തെയും വസ്തുതകളുടെയും ഡേറ്റയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരന്തരം വിമർശിക്കാറുണ്ട്. സ്വാഭാവികമായും ഇത്തരം വിമർശനങ്ങൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് കാരണമാകാറുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിനു പകരം നമ്മൾ ഈ സംഭവത്തിൽ കണ്ടതുപോലെ തന്നെ വസ്തുതകളും തന്റെ രാഷ്ട്രീയ നിലപാടുകളും മുൻനിർത്തി കൃത്യമായ മറുപടികൾ കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്.